ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന 6ാം ചാപ്റ്ററിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പലതരം ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പഠിച്ചു. ഈ ചാപ്റ്ററിൽ ഡെറിവേറ്റീവിൻ്റെ പലതരം ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഏതുതരം ഫംഗ്ഷൻ വന്നാലും നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. ഇപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ, പാരാമെട്രിക് ഫോമിലുള്ള ഇക്വേഷൻ തരുമ്പോൾ അവിടെ എല്ലാം നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഡെറിവേറ്റീവിന് ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുണ്ട്. നമ്മൾ എഞ്ചിനീയറിങ്ങിലെ, എക്കണോമിക്സിലെ, ഫിസിക്സിലെ, കെമിസ്ട്രിയിലെ ഇതിലെല്ലാം ഡെറിവേറ്റീവിന് നമുക്ക് ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ആ ഡെറിവേറ്റീവ്, ഏത് ഫംഗ്ഷൻ തന്നാലും നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ ഡെറിവേറ്റീവിൻ്റെ ഒരു ജിയോമെട്രിക്കൽ മീനിങ് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പോയിന്റ്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ x1y1, ഈ x1y1ൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ dy/dx അറ്റ് x1y1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും dy/dx x1y1 എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് x1y1. ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് ആണ്. ജിയോമെട്രിക്കൽ മീനിങ്. എന്നാൽ ഈ ഡെറിവേറ്റീവിന് മറ്റൊരു ഫിസിക്കൽ മീനിങ് കൂടെ ഉണ്ട്. ഫിസിക്കൽ മീനിങ് ആണ്. അത് ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ആ ഒരു സയൻറ്റിസ്റ്റാണ് ഇതിനൊരു ഫിസിക്കൽ മീനിങ് കൂടെ ഉണ്ടെന്ന് പറയുന്നത്. കൂടുതൽ ഈ ഒരു ബ്രാഞ്ച് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഇന്നത്തെ ഒരു രൂപത്തിലാക്കിയത് അതിൻ്റെ ഫിസിക്കൽ മീനിങ് കൂടെ കൊടുത്തത് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്. ഇപ്പം y=f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ dy/dx എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. ഇദ്ദേഹം കണ്ടുപിടിച്ചതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്നാണ്. അപ്പം ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ dy/dx അറ്റ് x അല്ലെങ്കിൽ അറ്റ് x0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ dy/dx എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y അറ്റ് ദ പോയിന്റ് x0 ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x അറ്റ് ദ പോയിന്റ് x0. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് x=5 എന്നോ അല്ലെങ്കിൽ x=-2 എന്നൊക്കെ പറയുവാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x അറ്റ് ദ പോയിന്റ് x1 ആണെങ്കിൽ x1, x2 ആണെങ്കിൽ x2. ഇതാണ് അദ്ദേഹം കൊടുത്ത ഒരു ഫിസിക്കൽ മീനിങ് ആണ്. അപ്പോൾ ഇതുപയോഗിച്ച് അനേകം പ്രോബ്ലംസ് മാത്തമാറ്റിക്കലുമായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്സുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് അനേകം പ്രോബ്ലത്തിന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട്, ഈസിയർ മെത്തേഡിൽ ആൻസർ കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ച് ഏരിയയെ അങ്ങനെയുള്ള വോളിയം, ഇതൊക്കെ വോളിയത്തിൻ്റെയൊക്കെ ചേഞ്ച്, ഏരിയയുടെ ചേഞ്ച്, ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫിസിക്കൽ മീനിങ് ഉപയോഗിച്ച് ഇതിൻ്റെ മറ്റൊരു മീനിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുതന്നെ നമ്മൾ ഇപ്പോൾ എസ് എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് കൊണ്ട് ഡിനോട്ട് ചെയ്താൽ ds/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെലോസിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫിസിക്സിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റിയാണ്, v എന്നൊക്കെ നമ്മൾ നൊട്ടേഷൻ ഉപയോഗിക്കും. അപ്പം ds/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഇനി dv/dt നമ്മൾ പഠിച്ചിട്ടുണ്ട്. dv/dt എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് നമ്മളെ സാധാരണ ഈ ആക്സിലറേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആക്സിലറേഷൻ
അതുപോലെ തന്നെ ക്യൂ ഇലക്ട്രിക് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ചാർജ് ഓഫ് എ പാർട്ടിക്കിൾ ആണെങ്കിൽ dq/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ നമ്മൾ കറണ്ട് എന്നൊക്കെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. കറണ്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഇങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ്. നമ്മൾ പറഞ്ഞു വന്നത് dy/dx എന്ന് പറഞ്ഞാൽ dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. ഇനിയും നമ്മളിവിടെ സാധാരണ രീതിയിൽ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് dy/dx കിട്ടുന്നതെങ്കിൽ y increases as x increases എന്ന് പറയും. x ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് y ഇൻക്രീസ് ചെയ്താൽ dy/dx എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. നേരെ മറിച്ച് dy/dx ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി എപ്പോഴാണ്? y ഡിക്രീസസ് ആസ് x ഇൻക്രീസസ്. അപ്പോൾ dy/dx എപ്പോഴും പോസിറ്റീവ് ആവുന്നത് y ഇൻക്രീസ് x ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് y ഇൻക്രീസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ y ഡിക്രീസ് ചെയ്യുന്നത് x ഇൻക്രീസ് ചെയ്യുമ്പോൾ y ഡിക്രീസ് ചെയ്യുന്നെങ്കിൽ അത് നെഗറ്റീവ് സൈൻ ഉപയോഗിച്ച് നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ dy/dx ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ അർത്ഥം y ഡിക്രീസ് ചെയ്യുന്നു ആസ് x ഇൻക്രീസ് ചെയ്യും. അതുപോലെ അത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ആസ് x ഇൻക്രീസ് y ഓൾസോ ഇൻക്രീസ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ രണ്ട് ക്വാണ്ടിറ്റി എക്സും വൈയും ഉണ്ടെങ്കിൽ രണ്ടും വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ഒന്ന് കൂടുകയും ഒന്ന് കുറയുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ സൈൻ കൺസിഡർ ചെയ്താൽ മതി. രണ്ടും ഒരുപോലാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ അതിൻ്റെ സൈൻ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. അപ്പം ഒരെണ്ണം കൂടുകയും ഒരെണ്ണം കുറയുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് സൈനോ അല്ലെങ്കിൽ പോസിറ്റീവ് സൈനോ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ കൂടുതലും പ്രോബ്ലംസ്, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ നമ്മൾ കുറേ ഫോർമുലയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ചില ഫോർമുലകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആറാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ നമുക്കറിയാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. നേരെ കുറച്ചൊരു നമുക്കൊരു ക്യൂബാണുള്ളതെങ്കിൽ ക്യൂബിൻ്റെ ഒരു സൈഡ് എ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സർഫസ് ഏരിയ 6a² ആണ്. അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ a³ ആണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു സ്ഫിയർ, ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടെന്ന് കരുത്. സ്ഫിയർ അതിൻ്റെ റേഡിയസ് ആറാണെന്ന് കരുത്. അങ്ങനെയാണ് സ്ഫിയറിൻ്റെ വോളിയം നമുക്കറിയാം. വോളിയം = 4/3 πr³ ആണ്. അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. നേരെ മറിച്ച് നമുക്കൊരു കോണാണ് കിട്ടുന്നതെങ്കിൽ കോൺ, അതിൻ്റെ റേഡിയസ് 6, ഹൈറ്റ് h ആണെങ്കിൽ ഇതിൻ്റെ വോളിയം നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/3 πr² ആണ്. പിന്നെ നമ്മളൊരു സിലിണ്ടറാണ്, അതിനെ കുറച്ചൊരു സിലിണ്ടറാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനൊരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ റേഡിയസ് 6ഉം ഹൈറ്റ് h ആണെങ്കിൽ വോളിയം നമുക്കറിയാം πr²h ആണ്. അതിൻ്റെ ഏരിയ ലാറ്റർ സർഫസ് ഏരിയ മതി. ലാറ്റർ സർഫസ് ഏരിയ = 2πrh. ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററുകളിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഫോർമുല നമ്മൾ കണ്ടുപഠിച്ച ഇത്രയെങ്കിലും ഫോർമുലകൾ നമുക്കറിയാമെങ്കിൽ, പിന്നെ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഒക്കെ ഏരിയ അറിയാം, സ്ക്വയറിൻ്റെ ഒക്കെ ഏരിയ അറിയാം. അങ്ങനെയുള്ള ചില ക്വാണ്ടിറ്റി ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കണം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഡെറിവേറ്റീവ്, ഏത് ഫംഗ്ഷൻ തന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പാരാമെട്രിക് ആണെങ്കിലും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ആണെങ്കിലും ഏത് ഫംഗ്ഷൻ തന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന വിധമൊക്കെ പഠിച്ചു. അപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ് dy/dx ഓഫ്
എക്സ് റൈസ് ടു 4 ആണ് നമ്മൾ അങ്ങനെ പറയും. അതിൻ്റെ ഡെറിവേറ്റീവ് 4x³ ആണ്. ഡി ബൈ ഡി ആർ ഓഫ് r⁴ ആണ് നമ്മൾ പറയും 4r³ എന്ന് പറയും. ഡി ബൈ ഡി ടി ഓഫ് t⁴ ആണ് നമ്മൾ എന്നാ പറയും 4t³ എന്ന് പറയും. വിത്ത് റെസ്പെക്ട് ടു ഇവിടെ വരുന്ന അതേ വേരിയബിൾ തന്നെയാണെങ്കിൽ നമ്മൾ ഇത്രയും കൊണ്ടങ്ങ് നിർത്തും. നേരെ മറിച്ച് ഡി ബൈ ഡി ആർ ഓഫ് x⁴ ആണെങ്കിൽ നമ്മൾ അങ്ങനെ പറയും 4s³ ഇൻറ്റു dx ബൈ ഡി ആർ. ചെയിൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. ഇവിടെ എന്താണോ ഇപ്പം 4 ഇതിൻ്റെ സാധാരണ ഡെറിവേറ്റീവ് ഇപ്പോൾ x⁴n ആണ് n(x⁻n−1) എഴുതും. അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു ഇവിടെ x ആണെങ്കിൽ ഇവിടെ r ആണെങ്കിൽ dx ബൈ ഡി ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് r⁴ ആണ് നമ്മൾ എന്നാ പറയണം. അപ്പോൾ നമുക്ക് 4r³ ആദ്യം എഴുതണം. അതിനുശേഷം dr ബൈ ഡി ടി എഴുതണം. അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് r⁴ ആണെങ്കിൽ നമ്മൾ എന്നാ പറയാം 4r³ ഇൻറ്റു dr ബൈ ഡി എക്സ്. ഈ രീതിയിൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന വിധം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയും ഡെറിവേറ്റീവ് ഇപ്പോൾ ചെയിൻ റൂളും സാധാരണ ഫംഗ്ഷൻ്റെ ഒക്കെ ഡെറിവേറ്റീവും ഈ ചെയിൻ റൂളും ഒക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പാരാമെട്രിക് ഡിഫറൻസിയേഷനും എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതലും പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനകത്ത് കൂടുതലായിട്ട് വരും. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് area of a circle with respect to the radius r. When r is equal to 5 cm. അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്നുള്ള അതിനകത്തുള്ള പ്രോബ്ലത്തിനകത്ത് കൂടുതലും ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ളൊരു വാക്ക് കൂടുതലായിട്ടും കാണും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സർക്കിളിൻ്റെ കാര്യമാണ്. അപ്പോൾ സർക്കിളിൻ്റെ എന്തോ വേണമെങ്കിലും അതിന് റേഡിയസ് വേണം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സപ്പോസ് r is the radius of the circle. അപ്പോൾ നമുക്കിവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസ് r ആണെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് πr² ആണെന്ന് നമുക്കറിയാം. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്, dA ബൈ dr ആണ് കാണേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആയതുകൊണ്ട് നമ്മൾ dA ബൈ dr. അതായത് നമുക്കറിയാം ഇതിൻ്റെ റേഡിയസ് കൂടുന്നതനുസരിച്ച് ഏരിയ കൂടും, റേഡിയസ് കുറയുന്നതനുസരിച്ച് ഏരിയ കുറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഇപ്പോൾ ഇവിടെ dA ബൈ dr കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് കാണാം, 5 ഇൻറ്റു r² 2r ആണ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, വെൻ ദ റേഡിയസ് ഈസ് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ dA ബൈ dr വെൻ r ഈസ് ഈക്വൽ ടു 5 കാണുമ്പോൾ എന്താണ് 2π ഇൻറ്റു r കാണുന്നിടത്ത് നമുക്ക് 5 കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും, 10π എന്ന് വരും. അപ്പോൾ അതിൻ്റെ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്, ഒരു സർക്കിളിൻ്റെ റേഡിയസ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു r എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയയ്ക്ക് വ്യത്യാസം വരുമ്പോൾ ഒന്നിൽ കൂടുതലാകാം അല്ലെ കുറയാകും. ഇപ്പോൾ ഈ കൂടുതലോ കുറയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏരിയയ്ക്ക് വരുന്ന ആ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏരിയയ്ക്ക് വരുന്ന ചേഞ്ച് ഒന്നിൽ കൂടുതലാകാം അല്ലെ കുറവാകും. അപ്പോൾ ഇത് റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആകുമ്പോഴത്തേക്കിന് ഈ ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഇത് റേഡിയസ് കൂടുന്ന അനുസരിച്ച് ഏരിയയുടെ റേറ്റും കൂടും. അപ്പോൾ ഇവിടെ
R5 ആകുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ഇതിൻ്റെ ഏരിയയുടെ ചേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ DA/DR നമുക്കറിയാം 2πr ആണ്. അപ്പോൾ DA/DR വെൻ R=5 ആകുമ്പോൾ എത്രയാണ്? 10π. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് therefore rate of change of area when R is equal to 5 centimeter is എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 10 by റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആയതുകൊണ്ട് 10 by സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 10 by സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. Look at the second question. The radius of a circle is increasing uniformly at the rate of 3 cm per second. Find the rate at which the area of the circle is increasing when the radius is 10 cm. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ എടുക്കാം. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ ഒരു സർക്കിളിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സർക്കിൾ ആകുമ്പോൾ നമുക്കറിയാം ഒരു റേഡിയസ് കാണും. The radius of a circle is increasing uniformly at the rate of 3 cm per second. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ വെച്ച് ഇതിൻ്റെ റേഡിയസ് കൂടി വരികയാണ്. അപ്പോൾ ഒറ്റ സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ വെച്ച് ഇതിൻ്റെ കൂടുകയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ആയതുകൊണ്ട് ടൈമാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് സപ്പോസ് R is the radius and A is the area of the circle at time t. ഏതൊരു സമയത്ത് ഓരോ സെക്കൻഡ് കൂടുന്തോറും ഇതിൻ്റെ റേഡിയസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈം ടിയിൽ സർക്കിളിൻ്റെ റേഡിയസ് ആറും A അതിൻ്റെ ഏരിയ ആണെന്ന് കരുതുക. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? The rate of change of radius with respect to ഇവിടെ സെക്കൻഡ് ആയതുകൊണ്ട് ടൈമാണ്. അപ്പം dr/dt ആണ് തന്നിരിക്കുന്നത്. അത് എത്രയാണ്? 3 cm per second. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 10 cm. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ടു ഫൈൻഡ് dr ആണോ dt ആണോ ഇവിടെ കാണേണ്ടതെന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമുക്കിവിടെ കാണേണ്ടത് dA/dt ആണ്. കണ്ടുപിടിക്കേണ്ടത് വെൻ R is equal to എത്രയാണ്? R is 10 cm. ഇതാണ് നമുക്ക് കാണേണ്ടത്. പലപ്പോഴും നമുക്കൊരു സംശയം ഇവിടെ വരുന്നത് dA/dr ആണോ dt ആണോ കാണേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റേഡിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ഏതാണ്? ടൈമാണ് അല്ലേ? ടൈം കൂടുന്നതനുസരിച്ചാണ് റേഡിയസ് അതിൻ്റെ ഓരോ സെക്കൻഡിലും ഇത്ര 3 സെൻറ്റിമീറ്റർ വെച്ച് അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളവിടെ വിത്ത് റെസ്പെക്ട് ടു എന്താണ് കാണേണ്ടത്? റേഡിയസിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും നമ്മൾ കാണേണ്ടത്. കാരണം ഇത് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുമ്പോൾ dA/dt ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ റേഡിയസ് ഏത് 10 സെൻറ്റിമീറ്ററിലേക്ക് എത്തിച്ചേരുമ്പോൾ, അതായത് ഇതിൻ്റെ റേഡിയസ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അത് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വീതമാണ് കൂടുന്നത്. റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇതിൻ്റെ ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മളവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കാണേണ്ടത്. റേഡിയസ് വെൻ റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം πr². സർക്കിളിൻ്റെ റേഡിയസ് ആറാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏരിയ πr². നമുക്ക് dA/dt ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ πr². നമ്മൾ സാധാരണ രീതിയിൽ d/dr ഓഫ് πr² കണ്ടിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മൾ dr/dt കൂടെ കാണും അല്ലേ? ഇങ്ങനെയല്ല നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇത് എഴുതേണ്ട കാര്യമില്ല. ഇനി അടുത്ത പ്രോബ്ലം തൊട്ട് നമ്മൾ അങ്ങനെ എഴുതത്തില്ല. πr² ആകുമ്പോഴത്തേന് π കോൺസ്റ്റൻ്റ് ആണ്. r²ൻ്റെ 2r ആകുമ്പോൾ 2πr എന്ന് വരും ഇതിൻ്റെ ഇൻറ്റു dr/dt. അപ്പോൾ dA/dt എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 2πr ഇൻറ്റു dr/dt ആണ്. പക്ഷേ dr/dtയുടെ വാല്യൂ നമുക്കറിയാം. ഇതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് നമുക്കിതിനെ 2πr ഇൻറ്റു dr/dtക്ക് വരെ നമുക്ക് 3 എന്ന് എഴുതാം. അപ്പോൾ എത്ര വരും? 6πr എന്ന് കിട്ടും.
നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി എ ബൈ ഡി ടി അറ്റ് ആർ ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഡി എ ബൈ ഡി ടി പിന്നെ ആർ ഇസ് ഈക്വൽ ടു 10 ഒന്ന് കണ്ടു നോക്കാം. അത് കാണാൻ എന്ത് ചെയ്യണം? 6π ഇൻറ്റു ആറ് കാണുന്നത് നമ്മൾ 10 കൊടുത്ത് തന്നെ ഒരു 60π എന്ന് വരും. ഇപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ഏരിയ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഈസ് ഇൻക്രീസിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ ആയതുകൊണ്ട് the rate at which the area is increasing is 60π. ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും. ഒരു സെക്കൻഡിൽ 60π സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള റേറ്റിലാണ് ഇതിൻ്റെ ഏരിയ ഇവിടെ ഇൻക്രീസ് വരുന്നത്. ഇവിടെ റേറ്റ് റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് ഇൻക്രീസിങ് എന്നാണ്. അപ്പോൾ സോ ഏരിയ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് 60π. ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഡി എ ബൈ ഡി ടി ആയതുകൊണ്ട് പെർ സെക്കൻഡ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡി ആർ ബൈ ഡി ടി തന്നിരിക്കുകയാണ്. നമ്മളോട് കാണാൻ പറഞ്ഞ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഈസ് ഇൻക്രീസിങ് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡി എ ബൈ ഡി ടി പിന്നെ ആറ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡി എ ബൈ ഡി ടി കണ്ടതിന് ശേഷം ഡി എ ബൈ ഡി ടിക്കകത്ത് തീർച്ചയായിട്ടും ഒരു ആറ് കാണും. അതിനകത്ത് ആറിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വരുന്ന പ്രോബ്ലത്തിലൊക്കെ ഇതേപോലെ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഈസ് ചേഞ്ചിങ് വെൻ ആർ ഈസ് ഈക്വൽ ടു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇനി പ്രത്യേകിച്ച് അതിനെ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്ര അങ്ങ് എഴുതി വെച്ചാൽ മതി. ഡി എ ബൈ ഡി ടി വെൻ ആർ ഈസ് ഈക്വൽ ടു. വോളിയം ആണെങ്കിൽ ഡി വി ബൈ ഡി ടി വെൻ ആർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഏതാണ് തന്നിരിക്കുന്ന അളവ്. അപ്പോൾ അടുത്ത പ്രോബ്ലം തൊട്ട് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ വരാൻ കാര്യം റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അത് ഡി എ ബൈ ഡി ആർ അല്ല കണ്ടുപിടിക്കേണ്ടത്, ഡി എ ബൈ ഡി ടി കാണുക. ആർ ഇവിടെ എത്ര ആവുമ്പോഴാണ് ഇതിൻ്റെ ഏരിയയ്ക്കുള്ള റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ പറയുമ്പോൾ ഈ രീതിയിലാണ് കാണേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The radius of a circle is increasing at the rate of 0.7 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇപ്പോൾ റേഡിയസ് ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 0.7 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇതൊരു സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു സർക്കിൾ ഒന്ന് വരച്ച് നോക്കുന്നു. അവിടെ റേഡിയസ് ആർന്ന് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളോട് എന്താണ് കാണാൻ പറയുന്നത്? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഈ സർക്കംഫറൻസ് ആണ് ചോദിച്ചത്. സർക്കംഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് സപ്പോസ് അല്ലെങ്കിൽ ലെറ്റ് ആർ ബി ദ റേഡിയസ് and C be the circumference of the circle at a time t. ഇപ്പോൾ ടി എന്ന് പറയുന്ന സെക്കൻഡിൽ ഇതിൻ്റെ റേഡിയസ് ആറും അതിൻ്റെ സർക്കംഫറൻസ് സിയുമാണെന്ന് നമ്മൾ എടുക്കുക എന്ന് കരുതുക. ഇനി ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 0.7 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഇവിടെ സെക്കൻഡ് തന്നുകൊണ്ട് നമുക്ക് 0.7 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണത്. ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻക്രീസ് ഓഫ് ഈ സർക്കംഫറൻസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി സി ബൈ ഡി ടി കണ്ടാൽ മതി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് സർക്കംഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഇതാണ്. നമുക്കറിയാം സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ആണ്. ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി സി ബൈ ഡി ടി ആണ്. ഇപ്പോൾ ഡി സി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം നമുക്ക് ഡി ബൈ ഡി ആർ ഓഫ് 2πr കാണണം. അതിനുശേഷം ഡി ആർ ബൈ ഡി ടി കണ്ടാൽ മതി. ഇപ്പോൾ 2πr ആകുമ്പോൾ ഇവിടെ 2π മാത്രമേ വരത്തുള്ളൂ. കാരണം ആറ് വരുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1 വരും വിത്ത് റെസ്പെക്ട് ടു ആർ ആയിരുന്നു. ഇൻറ്റു ഡി ആർ ബൈ ഡി ടി നമുക്കറിയാം 0.7 ആണ്. അപ്പോൾ നമുക്ക് ഇത് എത്ര വരും? 1.4π. ഇനി അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർക്കംഫറൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എത്രയാണ്? 1.4π ആണ്. അപ്പം സർക്കംഫറൻസിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇത് നമുക്ക്
സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഇവിടെ പറഞ്ഞു വന്ന ഇതാണ് റേറ്റ് ഓഫ് ഇൻക്രീസ്. സോ സർക്കംഫറൻസ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 1.45 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ബൈ ഡി ടി ആയതുകൊണ്ടാണ് നമ്മളിവിടെ പെർ സെക്കൻഡ് എന്ന്. ഇപ്പോൾ സർക്കംഫറൻസ് ആയതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, ഏരിയ ആയിരുന്നെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. A stone is dropped into a quiet lake and waves move in circles at the speed of 5 centimeter per second. നമുക്കറിയാം, നമുക്കൊരു ക്വയറ്റായിട്ടുള്ള ഒരു തെളിഞ്ഞു കിടക്കുന്ന ഒരു ലേക്കിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ അപ്പോൾ അവിടുന്ന് ഈ സർക്കുലർ ഷേപ്പിൽ അതിൻ്റെ ഓളങ്ങൾ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. നമ്മൾ അതിൻ്റെ ഒരു പടം ഒന്ന് വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ആദ്യം പിന്നെ അത് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ആ സർക്കിളിൻ്റെ റിപ്പിൾസ് ഇങ്ങനെ കൂടി അതിൻ്റെ ആ സർക്കുലർ ഷേപ്പിൽ ഓളങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ പറയാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു റേഡിയസ് ആറാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ലെറ്റ് ആർ ബി ദ റേഡിയസ്. ഇനി എന്താണ് നമുക്ക് കാണേണ്ടതെന്ന് നോക്കാം. ഏരിയ ആണ്, ഏരിയ ഇൻക്രീസസ് എന്ന് പറയുന്നത് നമുക്ക് ഏരിയ എ കൊടുക്കാം. അതിൻ്റെ എ ബി ദ ഏരിയ അറ്റ് ടൈം ടി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇതിൻ്റെ റേഡിയസ് ആറും ഏരിയ എയുമാണ്, ക്യാപിറ്റൽ എയുമാണെന്ന് കരുതും. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. സർക്കിൾസ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഈ സർക്കിൾസ് വിച്ച് മൂവ്സ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 സെൻറ്റിമീറ്റർ, അതായത് ഇതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് dr ബൈ dt ആണ്. കാരണം സെക്കൻഡ് ആയതുകൊണ്ട് നമുക്ക് 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ വേവ് ഈസ് 8 സെൻറ്റിമീറ്റർ. റേഡിയസ് ഒരു പർട്ടിക്കുലർ റേറ്റ് ആകുമ്പോൾ ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഈസ് ഇൻക്രീസ്. ഹൗ ഫാസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന ഹൗ ഫാസ്റ്റ് എന്നൊക്കെ dA ബൈ dt ആണ് നമുക്ക് കാണേണ്ടത്. dA ബൈ ഫാസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ടൈമാണ്, ഇത് റെസ്പെക്ട് ടൈമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തന്നെയല്ല, അന്നപ്പോൾ റേഡിയസ് എത്രയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? r = 8 സെൻറ്റിമീറ്റർ. പിന്നെ r = 8. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഗിവൺ ക്വാണ്ടിറ്റി ഈസ് rate of change of radius with respect to time is 5 centimeter per second. You have to find the dA by dt, rate of change of area when r = 8 centimeter. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റിപ്പിൾസ് നമ്മൾ സർക്കുലർ ഷേപ്പിൽ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് സർക്കിൾ ആയതുകൊണ്ട് ഏരിയ πr² ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട dA by dt ആണ്. dA by dt. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇത് നമുക്ക് 2πr എന്ന് എഴുതാം. പൈ r² 2r ആണ് ഇൻറ്റു dr ബൈ dt. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റെപ്പ് കുറച്ച് എഴുതിയിരിക്കുന്നത് d ബൈ dr ഓഫ് πr² ഇൻറ്റു dr ബൈ dt എന്ന് എഴുതുന്നില്ല. ഇത് വിത്ത് റെസ്പെക്ട് ടു r വെച്ച് നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് എഴുതുന്നു. അതിന് ശേഷം dr ബൈ dt എന്ന് എഴുതും. ഇനി ദാറ്റ് ഈസ് 2πr ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് dr ബൈ dt? ദാറ്റ് ഈസ് 5. ദാറ്റ് ഈസ് 10π ഇൻറ്റു 10πr നമുക്ക് കിട്ടും. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? dA ബൈ dt ആണ്. dA ബൈ dt പിന്നെ r = 8 ആണ്. അപ്പോൾ എത്ര വരും? 10 ഇൻറ്റു 5 ഇൻറ്റു 8, ദാറ്റ് ഈസ് 80π എന്ന് വരും. ഇപ്പോൾ ഏരിയ അറ്റ് ദ റേറ്റ് ഏരിയ ഈസ് ഇൻക്രീസിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഏരിയ ഈസ് ഇൻക്രീസിങ്. ഏരിയ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഏരിയ ആയതുകൊണ്ട് എന്താണ്? 80π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ ഇതിൻ്റെ ഏരിയ കൂടുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 80π. ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടും. Look at the 5th question. An edge of a variable cube is increasing at the rate of 3 centimeter per second. How fast is volume of the cube increasing when the edge is 10 centimeter long? അതായത് നമുക്കറിയാം, ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള 6 ഫേസ് കാണും. എൻ്റെ എഡ്ജസിൻ്റെ ഒരേ നീളമായിരിക്കും. നമ്മൾ ഒരു എഡ്ജ് എ ആയിട്ട് എടുക്കുക. ഇവിടെ എഡ്ജും വോളിയവുമായിട്ടുള്ള ബന്ധമായാലും നമുക്ക് ആദ്യം തന്നെ പറയാൻ ലെറ്റ്
AB one edge and PB its volume at the time t. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം ഇതിൻ്റെ എഡ്ജ് എയും വോളിയം ബിയും ആണെന്ന് കരുതുക. ഇനി എന്താ തന്നിരിക്കുന്നത് എന്താണ്? എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/s ആണ്. സെക്കൻഡ് ആയിട്ട് ടൈമാണ് നമുക്കറിയാം. എഡ്ജ് ഈസ് ഇൻക്രീസിങ്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് 3 cm/s എന്ന് തന്നിരിക്കുകയാണ്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ദി ക്യൂബ് ഇൻക്രീസിങ് വെൻ എഡ്ജ് ഈസ് 10 cm. അപ്പോൾ വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ദാറ്റ് ഈസ് dV/dt when A is equal to 10 cm. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കറിയാം ഇതിൻ്റെ വോളിയം, ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ A ക്യൂബാണ്. അപ്പോൾ നമ്മൾ dV/dt ഒന്ന് കാണിക്കുക. ഇവിടെ എയിലാണ് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യമേ 3a² എന്ന് എഴുതുക. അതിന് ശേഷം dA/dt എന്നാണ് എഴുതുന്നത്. കാരണം വോളിയം A ക്യൂബിലായതുകൊണ്ട് നമ്മൾ ആദ്യം dA ഓഫ് A ക്യൂബ് കാണുന്നതിന് ശേഷം dA/dt കാണും. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ അങ്ങ് എഴുതുകയാണ്. പക്ഷേ 3a² ഇൻറ്റു dA/dt നമുക്കറിയാം 3 ആണ്, ഇൻറ്റു 3 ആണ്. അപ്പോൾ എത്ര ഒരു 9a². അപ്പോൾ dV/dt is equal to 9a². നമ്മളോട് എന്താ കാണാൻ പറഞ്ഞ dV/dt when A is equal to 10 ആണ്. Therefore dV/dt when A is equal to 10 is equal to 9 into 10². That is 900 ആണ്. ഇനി V ആയതുകൊണ്ട് എന്താണ് 10² 100 വരും, 9 into 100 900 ആണ്. അപ്പം ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആയതുകൊണ്ട് നമുക്കറിയാം വോളിയം ഈസ് ഇൻക്രീസിങ് എന്നാണ്. Therefore വോളിയം ഈസ് ഇൻക്രീസിങ് at the rate 900 വോളിയം ആയതുകൊണ്ട് cm³/s, ടൈം ആയതുകൊണ്ട് per second. ഇതായിരിക്കും ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം. ദാറ്റ് ഈസ് വോളിയം ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് 900 cm³/s. ഒരു സെക്കൻഡിൽ 900 cm³ രീതിയിലാണ് ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 cubic cm/s. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ദി എഡ്ജ് ഈസ് 10 cm എന്നാണ്. അതായത് ഒരു ക്യൂബിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എഡ്ജ് ആയിട്ട് എടുക്കാം. ഈസ് ഇൻക്രീസിങ്, വോളിയം ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 cm³/s ആണ്. നമുക്ക് ആദ്യം തന്നെ പറയാം, ലെറ്റ് AB one edge, VB the volume, and surface area പറയുന്നുണ്ട് ESB the surface area of the cube at time t. ഇനി എന്താ ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. ദ വോളിയം ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 cm³/s ആയതുകൊണ്ട് നമുക്ക് dV/dt ആണ് എഴുതേണ്ടത്. അത് 9 cm³/s ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിങ് വെൻ എഡ്ജ് ഈസ് 10 cm. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ds/dt വെൻ എഡ്ജ് ഈസ് 10 cm. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? dV/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. വി നോ V ഫോർ ദ ക്യൂബ് ഈസ് A ക്യൂബാണ്. അപ്പോൾ നമ്മൾ dV/dt എന്ന് കണ്ടാൽ എന്താ വരും? 3a² ഇൻറ്റു dA/dt. 3a² ഇൻറ്റു dA/dt. അപ്പോൾ dV/dt നമുക്ക് തന്നിട്ടുണ്ട് 9 ആണ്. 3a². നമുക്ക് dA/dt കൂടെ ഇവിടെ നിന്ന് കണ്ടുപിടിക്കും. അപ്പോൾ dA/dt കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 9/3a².
ദാറ്റ് ഈസ് 3/a². അപ്പോൾ എവിടെയായാലും ഇനിയിപ്പോൾ നമുക്ക് dA/dt വരുവാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 9/3a² ഓർ 3/a² എന്നൊക്കെ. നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? എന്താണെന്ന് നോക്കി, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ds/dt ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം സർഫസ് ഏരിയ, ഇതിൻ്റെ സർഫസ് ഏരിയ എന്താണ്? ഇത് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, 6a² ആണ്. 6 ഫേസ് ഉണ്ട്, ഒരു ഫേസിൻ്റെ ഏരിയ a² ആണ്. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 6a². We have to find out ds/dt. That is 6 into 2, 12a into dA/dt. That is 12a into, what is the value of dA/dt? 3/a². 3/a². That is 36/a എന്ന് നമുക്ക് കിട്ടും. ഒരു ഇവിടെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ds/dt 36/a ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ds/dt when a is equal to 10 ആണ്. That is 36/10, that is 3.6 എന്ന് വരും. So its surface area is how fast is the surface area? How fast എന്ന് കേൾക്കുമ്പോഴേ ഓർത്താണ് time with respect to time ആണ്. So its surface area is increasing. Area is increasing at the rate 3.6 ഏരിയ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ദാറ്റ് ഈസ് 3.6 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. Look at the 7th question. The length x of a rectangle is decreasing at the rate of 5 centimeter per minute ആണ്. With respect to time ആണെന്ന് ഓർത്തോണം. And width y is increasing at the rate of 4 centimeter per minute. When x is equal to 8 and y is equal to 6, find the rate of change of perimeter കൊണ്ട് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഒരു റെക്ടാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എക്സും വൈവായിട്ടാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലെങ്ത് എക്സ് ആയിട്ടും അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് വൈ ആയിട്ടും എടുത്തിരിക്കുക. പിന്നെ നമുക്കിവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്ററും ഏരിയയുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെറ്റ് പി ബി ദ പെരിമീറ്റർ, P be the perimeter and A be the area. Of the rectangle at a time t. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. The length of the rectangle is decreasing എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റെക്ടാങ്കിളിൻ്റെ ലെങ്ത് കുറഞ്ഞിട്ട് ബ്രെഡ്ത്ത് കൂടുന്നതായിട്ടാണ്. അപ്പോൾ ഒരെണ്ണം കുറഞ്ഞിട്ട് മറ്റൊന്ന് കൂടുന്നതായിട്ട്. അപ്പോൾ ഇവിടെ ലെങ്ത് എക്സ് ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് dx/dt ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം, മിനിറ്റ് ആയിട്ട് ടൈമാണ്. ഡിക്രീസിങ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരെണ്ണം ഡിക്രീസിങ് ഒരെണ്ണം ഇൻക്രീസിങ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈൻ നമ്മൾ ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ്, ഡിക്രീസിങ് നെഗറ്റീവായിട്ടും ഇൻക്രീസിങ് പോസിറ്റീവായിട്ടും എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ -5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് ആണ്. നേരെ മറിച്ച് y width is increasing at the rate, that is dy/dx dt ആണ്, ടൈമാണ്. അത് പോസിറ്റീവാണ്. നമ്മൾ പോസിറ്റീവായി പ്രത്യേകിച്ച് ഒന്നും എഴുതുന്നില്ല, പെർ മിനിറ്റ് എന്നും പറയാം. ഇനി when x is equal to 8 and y is equal to 6, ഇതിങ്ങനെ കുറഞ്ഞ് 6 ആകുമ്പോഴും y കൂടി 8 ആകുമ്പോഴും ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യ പാർട്ട് നോക്കാം. പെരിമീറ്റർ നമുക്കറിയാം, ഇതിന് 2x-ഉം 2y-ഉം ആണുള്ളത്. 2 ലെങ്ത് 2 ബ്രെഡ്ത്തും ആയതുകൊണ്ട് പെരിമീറ്റർ 2x + 2y ആണ്. അപ്പം നമുക്ക് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ. ഇപ്പം dp/dt ആണ് കാണേണ്ടത്. ശ്രദ്ധിക്കുക, dp/dt അറ്റ് ദ റേറ്റ് x is equal to ഇവിടെ പറഞ്ഞിരിക്കുന്ന x8 ഉം y is equal to 6 ഇത് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഇതുപോലെ തന്നെ dA/dt when x is equal to 8 ഉം y is equal to 6 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി പെരിമീറ്റർ നമുക്കറിയാം 2x + 2y ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t ആകുമ്പോൾ നമുക്ക് dp/dt അങ്ങനെ എഴുതാം. 2 ×
dx by dt plus 2 into dy by dt with respect to t. That is 2 into dx by dt യുടെ വാല്യൂ നമുക്കറിയാം -5 ആണ്. dy by dt യുടെ വാല്യൂ 4 ആണ്. That is -10 plus 8, that is -2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട dp by dt at x is equal to 8, x is equal to 8, y is equal to 6 ആണ്. അപ്പോൾ നമുക്കത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ -2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എക്സിനും വൈക്കും വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഇത് -2 തന്നെ കൊടുത്ത് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ ഡിക്രീസ് ചെയ്യുന്ന ഏത് റേറ്റിലായിരിക്കും? ഫോർ പെരിമീറ്റർ ഈസ് ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കറിയാം പെരിമീറ്റർ ഡിക്രീസ് ചെയ്യുകയാണ്. പെരിമീറ്റർ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ്, പെരിമീറ്റർ ആയതുകൊണ്ട് 2, ഇവിടെ സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നതുകൊണ്ട് സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്നുണ്ട്. ഡി ടി ആയതുകൊണ്ട് മിനിറ്റിലും സെൻറ്റിമീറ്ററിലും തന്നിരിക്കുന്നതുകൊണ്ട് പെരിമീറ്റർ ഇവിടെ കുറയുകയാണ്. എങ്ങനെയാണ് കുറയുന്ന റേറ്റ്? 2 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് ആയി. ഇനി നമുക്ക് ബി പാർട്ട്, അതിൻ്റെ എ പാർട്ടാണ് നമ്മളോട് ചോദിച്ചിരുന്നത്, എ പാർട്ടാണ്. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് വരാം. ബി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എ ബൈ ഡി ടി ആണ് കാണേണ്ടത്. അറ്റ് ദ റേറ്റ് അല്ലെങ്കിൽ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 8, വൈ ഈസ് ഈക്വൽ ടു 6, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം? ഡി വൈ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ നമുക്കറിയാം. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ -5 ആണ്. ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി y ഇൻറ്റു പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി -5, ദാറ്റ് ഈസ് 4x - 5 മതി. നമുക്ക് കണ്ടുപിടിക്കുന്ന ഡി എ ബൈ ഡി ടി വെൻ എക്സ് ഈസ് ഈക്വൽ ടു 8, വൈ ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ എക്സ് കാണുന്നിടത്ത് 8ഉം വൈ കാണുന്നിടത്ത് 6ഉം കൊടുത്താൽ 4 × 8 -5 × 6, 48, 32 ആണ്. 30, ദാറ്റ് ഈസ് 2 എന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി വരുന്നതുകൊണ്ട് ഏരിയ ഈസ് ഇൻക്രീസിങ് ആണ്. ദെർഫോർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഈക്വൽ ടു ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് ആണ്. മിനിറ്റിലാണ് ടൈം തന്നിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് നമുക്ക് കിട്ടും.